ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് സൈനിക അഭ്യാസങ്ങൾ അഥവാ ജോയിന്റ് മിലിറ്ററി എക്സസൈസസ്. ഇന്ത്യ മറ്റ് പല രാജ്യങ്ങളായിട്ടും പല സൈനിക അഭ്യാസങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്ന വിഭാഗത്തിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പലതരം സൈനിക അഭ്യാസങ്ങളെ കുറിച്ച് പഠിക്കാം. ആദ്യം തന്നെ ഇന്ത്യ ആൻഡ് USA. ഇന്ത്യയും USA തമ്മിലുള്ള സൈനിക അഭ്യാസങ്ങളാണ്. രണ്ടെണ്ണാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയത്: യുദ്ധഭ്യാസ്, അതുപോലെ തന്നെ വജ്രപ്രഹാർ. ഓക്കെ, യുദ്ധഭ്യാസ്. ഇതില് യുദ്ധഭ്യാസ് എന്നത് USA എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ഉപയോഗിക്കുന്ന ആയുധം വജ്രായുധമാണ് എന്നതുകൂടി ഓർത്തിരുന്നാൽ ഇന്ത്യയും USA തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ് യുദ്ധഭ്യാസും വജ്രപ്രഹാറും എന്ന് ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA, യുദ്ധഭ്യാസ് ആൻഡ് വജ്രപ്രഹാർ. 2018 യുദ്ധഭ്യാസിന്റെ വേദിയായത് ഉത്തരാഖണ്ഡാണ്. അതുപോലെ തന്നെ 2018 വജ്രപ്രഹാറിന്റെ വേദിയായത് ജയ്പൂരാണ്. ഇതുകൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യ ആൻഡ് USA തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസിന്റെ പേരാണ് യുദ്ധഭ്യാസ് എന്നതും വജ്രപ്രഹാർ എന്നുള്ളതും. 2018 യുദ്ധഭ്യാസിന്റെ വേദിയായത് ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ വജ്രപ്രഹാറിന് വേദിയായത് ജയ്പൂരാണ്. അടുത്തത് ഇന്ത്യ ആൻഡ് തായ്ലൻഡ്. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിന് പേര് മൈത്രി എന്നാണ്. ഓക്കെ, മൈത്രി ഇസ് ദ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് തായ്ലൻഡ്. ഇതിൽ ലാൻഡ് ആയാൽ എന്തുണ്ടാവും? ട്രീ ഉണ്ടാവും അല്ലേ? ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ തായ്ലാൻഡ്, അതേപോലെ തന്നെ മൈട്രി എന്നുള്ളതാണ് ശരിക്കും വായിക്കാൻ പറ്റുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ ലാൻഡ് ആൻഡ് ട്രീ, ഇന്ത്യ ആൻഡ് തായ്ലാൻഡ്, മൈത്രി. അതുപോലെ തന്നെ ഇന്ത്യ ആൻഡ് കസാഖ്സ്ഥാൻ, കസിന്താണ്. ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കസാഖ്സ്ഥാൻ, കസിന്താണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളതാണ് ശ്രീനക്സ്. ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ശ്രീലങ്ക എന്ന് എഴുതുമ്പോൾ SL ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ IN ഇന്ത്യയാണ്. അപ്പോൾ ശ്രീനക്സ് എന്നുള്ളത് ശ്രീലങ്ക ആൻഡ് ഇന്ത്യ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. 2018. ഇനി ഇത് ഓരോന്നിൻ്റെയും 2018 വേദികളെ കുറിച്ച് പഠിക്കാം. ആദ്യം തന്നെ മൈത്രിയുടെ 2018 വേദി തായ്ലൻഡാണ്. കസിന്തിൻ്റെ കസാഖ്സ്ഥാനാണ്. ശ്രീനക്സിൻ്റെ ശ്രീലങ്ക തന്നെയാണ്. അപ്പം അങ്ങനെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഓർത്തിരിക്കാം. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് നൊമാഡിക് എലിഫന്റ്. ഓക്കെ, ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് നൊമാഡിക് എലിഫന്റ്. ഉലാൻ ബാത്തറിലായിരുന്നു അതിൻ്റെ 2018 വേദി. നൊമാഡിക് എലിഫന്റിന്റെ 2018 വേദി ഉലാൻ ബാത്തർ, അത് മംഗോളിയയുടെ തലസ്ഥാനമാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെയും റഷ്യയുടെയും ജോയിന്റ് മിലിറ്ററി എക്സസൈസിന്റെ പേരാണ് ഇന്ദ്ര. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും ഇന്ത്യ ആൻഡ് റഷ്യ, ഇന്ദ്ര. ഓക്കെ, അത് ഉത്തർപ്രദേശിലെ ഝാൻസി എന്ന സ്ഥലത്തായിരുന്നു 2018 വേദിയായത്. അടുത്തത് ഇന്ത്യ ആൻഡ് ജപ്പാൻ. ഇന്ത്യ ആൻഡ് ജപ്പാന്റെ സൈനിക അഭ്യാസമാണ് ജിമെക്സ്. ജെ എന്നുള്ള പേരിൽ തന്നെ ജപ്പാൻ അങ്ങനെ ആലോചിക്കുക. ജിമെക്സ് അതിൻ്റെ വേദിയായത് വിശാഖപട്ടണത്താണ്. ഓക്കെ, ഇന്ത്യ ആൻഡ് ജപ്പാൻ ജിമെക്സ്, വിശാഖപട്ടണം. ഇനി ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ ജോയിന്റ് മിലിറ്ററി എക്സസൈസിൻ്റെ പേരാണ് സമുദ്രശക്തി എന്നുള്ളത് ഇന്ത്യയുടെയും ഇന്തോനേഷ്യയുടെയും സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ്. സുരബായ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, ഇന്തോനേഷ്യയിലെ സുരബായ എന്ന സ്ഥലത്താണ് സമുദ്രശക്തിക്ക് വേദിയായത് 2018. അടുത്തത് ബിംസ്റ്റെക്കിൻ്റെ ആദ്യത്തെ മിലിറ്ററി എക്സസൈസിൻ്റെ വെന്യൂ ആയത് ഇന്ത്യയാണ്. ബിംസ്റ്റെക്ക് ആദ്യത്തെ മിലിറ്ററി എക്സസൈസിന് വേദിയായത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ ഇനിയും കുറച്ച് മറ്റ് സൈനികാഭ്യാസങ്ങളുണ്ട് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ളത്. മുമ്പ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പറയാൻ പോകുന്നത്. ഇന്ത്യ ആൻഡ് വിയറ്റ്നാം, വിൻബാക്സ്. ആ പേരിൽ നിന്ന് തന്നെ ലഭിക്കും വിൻബാക്സ്, വിയറ്റ്നാം ആൻഡ് ഇന്ത്യ. ഇനി ഇന്ത്യ ആൻഡ് മ്യാൻമർ, ഇംബാക്സ്. അടുത്തത് ഇന്ത്യ ആൻഡ് ഫ്രാൻസ്, ശക്തി. ഇന്ത്യയെ
റാഫേൽ വിമാനങ്ങളൊക്കെ കൊടുത്ത് ശക്തിപ്പെടുത്തിയത് ഫ്രാൻസ് ആണ്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസിൻ്റെ പേരാണ് ശക്തി എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഓർത്തെടുക്കാം. ഇനി ഇന്ത്യ ആൻഡ് നേപ്പാൾ സൂര്യകിരൺ എന്നാണ് അതിൻ്റെ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസിൻ്റെ പേര്. ഇന്ത്യ ആൻഡ് നേപ്പാൾ സൂര്യകിരൺ. ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ ഇന്ദ്രധനുഷ്. ഓക്കെ, ഇന്ദ്രധനുഷാണ് ഇന്ത്യയുടെയും ബ്രിട്ടൻ്റെയും സൈനിക അഭ്യാസത്തിൻ്റെ പേര്. ഇന്ത്യ ആൻഡ് ഒമാൻ അൽ നാഗ്. ഓക്കെ, ഇന്ത്യയും ഒമാനും അൽ നാഗാണ്. ഇത്ര നേരം പറഞ്ഞതിൽ ഒരു ഗൾഫ് കൺട്രിയെ നമ്മൾ കണ്ടുള്ളൂ, ഒമാൻ അല്ലേ. അപ്പോൾ ഇന്ത്യയും ഒമാനും ഉള്ളതുകൊണ്ട് അൽ നാഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് സംപ്രീതി. ഓക്കെ, ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് സംപ്രീതി. അതുപോലെ തന്നെ ഇന്ത്യ ജപ്പാൻ ആൻഡ് USA. ഇന്ത്യയും ജപ്പാനും USA ചേർന്നിട്ടുള്ളതാണ് മലബാർ എന്നുള്ളത്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇഞ്ചസ് എന്നാണ് ഓർത്തു വയ്ക്കുക, മലബാർ. ഓക്കെ, മലബാറിൽ ഇഞ്ചസ്. ഇന്ത്യ ജപ്പാൻ ആൻഡ് USA ഇവ തമ്മിലുള്ള ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസിൻ്റെ പേരാണ് മലബാർ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യമായി ഇന്ത്യ ആൻഡ് USA യുദ്ധഭ്യാസ് ആൻഡ് വജ്രപ്രഹാർ. ഇന്ത്യ ആൻഡ് തായ്ലാൻഡ് ലാൻഡിൽ ട്രീ, അപ്പോൾ മൈത്രി. ഇന്ത്യ ആൻഡ് കസഖ്സ്ഥാൻ കസിന്ത്. ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ശ്രീനക്സ്. ഇന്ത്യ ആൻഡ് മംഗോളിയ നൊമാഡിക് എലിഫന്റ്. ഇന്ത്യ ആൻഡ് റഷ്യ ഇന്ദ്ര. ഇന്ത്യ ആൻഡ് ജപ്പാൻ ജിമെക്സ്. ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ സമുദ്രശക്തി. ബിംസ്റ്റെക്കിൻ്റെ ആദ്യത്തെ മിലിറ്ററി എക്സസൈസിന് വേദിയായത് ഇന്ത്യയിലാണ്. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ളത് വിൻബാക്സ്. ഇന്ത്യ ആൻഡ് മ്യാൻമർ ഇംബാക്സ്. ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ശക്തി. ഇന്ത്യ ആൻഡ് നേപ്പാൾ സൂര്യകിരൺ. ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ ഇന്ദ്രധനുഷ്. ഇന്ത്യ ആൻഡ് ഒമാൻ അൽ നാഗ്. ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് സംപ്രീതി. ഇന്ത്യ ജപ്പാൻ ആൻഡ് USA മലബാർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കും. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്